الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض وعدت للمتقين. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സ്വഹാബി വനിതകളുടെ കൂട്ടത്തിലെ ഏറെ പ്രമുഖയായ സ്വഹാബി വനിതയാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടു എന്നാണ് പ്രയോഗിച്ചത്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് ഞാൻ കേട്ടു, അഥവാ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നബിയിൽ നിന്ന് കേട്ടു. എന്നിട്ട് അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി തആല കുല്ല യൗമിൻ 12 റക്അ തതബ്ബുഅൻ ഗൈറൽ ഫരീള ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. വളരെ മഅറൂഫായ, വളരെ അറിയപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ഈ ഹദീസ് പറയാതെ, ഈ ഹദീസിനെ ഉദ്ധരിക്കാതെ ഒരിക്കലും നമ്മുടെ വിഷയം പൂർണ്ണമാവുകയില്ല. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ച്, റവാത്തിബ് സുന്നത്തുകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ആ സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായ ഒരു സുന്നത്ത് നമസ്കാരമാണ് റവാത്തിബ് സുന്നത്തുകൾ. ഇവിടെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അയാൾ നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് പുറമെ തതവ്വുആയി, സുന്നത്തായി
12 റക്അത്ത് നമസ്കാരം ഒരു ദിവസം നിർവഹിക്കുകയാണ് എങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും. ഇതാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന, ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യയാണ് എന്ന് നമുക്കറിയാം. അവരുദ്ധരിക്കുന്ന ഹദീസിൽ അവർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. ഹദീസിന്റെ ലഫ്ദുകൾക്ക് മാറ്റമുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ രീതിയിലല്ല ആയിഷ ഉമ്മ ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. മൻ സാബറ അലാ സിൻതൈ അശറത റകഅ മിനസ് സുന്നഹ ബുനിയ ലഹു ബൈതുൻ ഫിൽ ജന്ന. ആരെങ്കിലും 12 റക്അത്ത് നമസ്കാരം സാബറ ചെയ്താൽ, അഥവാ അത്യധ്വാനം ചെയ്താൽ, ഈ നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് പുറമെ ഒന്ന് പരിശ്രമിച്ച് പതിവാക്കി ആരെങ്കിലും 12 റക്അത്ത് നമസ്കാരം എല്ലാ ദിവസവും നിർവഹിക്കുകയാണ് എങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ 2 ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീത്താണ്. ഒന്ന് നബിയുടെ ഭാര്യയാണ്, ഒന്ന് ഒരു സ്വഹാബ വനിതയാണ്. അവർക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അപ്പോൾ ഈ 2 ആളുകളും ഉദ്ധരിച്ച ഹദീത്തിൽ നിന്ന് വിശ്വാസികളായ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് പുറമെ ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും 12 റക്അത്ത് നമസ്കരിച്ചാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് കിട്ടുമെന്നാണ്. ദുനിയാവിൽ ഒരു വീടുണ്ടാക്കാനുള്ള പ്രയാസം എത്രയാണ് എന്നെല്ലാവർക്കും അറിയാം. ഇവിടെ പറയുന്നത് 12 റക്അത്ത് നിസ്കാരം ഏതാണെന്ന് നമുക്ക് പറയാം. ആ 12 റക്അത്ത് നമസ്കാരം പതിവാക്കിയാൽ ഒരു വിശ്വാസിയെ കാത്തിരിക്കുന്നത് സ്വർഗത്തിലെ ഒരു ഭവനമാണ്. നിസാരമായ കാര്യമല്ല, ചെറിയ ഓഫറല്ല എന്നർത്ഥം. ഞാൻ ഈ ഹദീത്തിന്റെ റാവിമാരെ കുറിച്ചൊന്ന് പറയാം. അത് പറയാൻ കാരണം നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ഹദീത്ത് ഉദ്ധരിച്ചത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയാണ്. ആ ഹദീത്ത് എന്താണ് എന്ന് നമ്മൾ കേട്ടു. അവർ പറഞ്ഞത് നബി പറഞ്ഞിട്ടുണ്ട് 12 റക്അത്ത് നിസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അയാൾ സ്വർഗത്തിൽ അയാൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കും. ആ ഹദീത്ത് ഉദ്ധരിച്ചതിന് ശേഷം ഖാലത്ത്, അവര് പറഞ്ഞു, അഥവാ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാനിത് കേട്ടതിന് ശേഷം, അഥവാ 12 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാൾക്കൊരു വീടുണ്ട് എന്ന ഹദീത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കേട്ടതിന് ശേഷം ഞാൻ ഒരിക്കലും ആ നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഇതാരാ പറയുന്നത്? നബിയിൽ നിന്ന് കേട്ട ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഈ ഹദീത്ത് നമുക്കെത്തിയത് നേരെ നമ്മളോട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞതല്ല. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഈ ഹദീത്ത് ഉദ്ധരിക്കുന്നത് അംബസ എന്ന് പറയുന്നയാളാണ്. അവര് പറഞ്ഞത് ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ ഉമ്മി ഹബീബ. ഉമ്മു ഹബീബയിൽ നിന്ന് നബി പറഞ്ഞതായി ഈ ഹദീത്ത് കേട്ടതിന് ശേഷം ഞാൻ ഈ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അവിടെയും തീർന്നില്ല. ഈ അംബസയിൽ നിന്ന് അംർ ബിൻ ഔസാണ് ഈ ഹദീത്ത് ഉദ്ധരിക്കുന്നത്. ആ ഹദീത്തിന്റെ റാവിമാർ അങ്ങനെയാണ്. ആദ്യം ഉമ്മു ഹബീബ, നബിയിൽ നിന്ന് ഉമ്മു ഹബീബ, പിന്നെ അംബസ, പിന്നെ അംർ ബിൻ ഔസ് പറഞ്ഞു മാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ അംബസ. അംബസയിൽ നിന്ന് ഞാനിത് കേട്ടതിന് ശേഷം ഒരിക്കലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഒരാൾ കൂടെ ആ ഹദീത്തിൽ കടന്നു വരുന്നുണ്ട്. റാവിയായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നുഅ്മാൻ ഇബ്നു സാലിം വരുന്നുണ്ട്. നുഅ്മാൻ ഇബ്നു സാലിം ഇതേ വാചകം പറയുന്നുണ്ട്. ഞാൻ എന്തിനാ ഇത് ഉദ്ധരിച്ചെന്നറിയോ? ഹദീത്തിന്റെ റാവിമാരെ നമ്മൾ ചർച്ച ചെയ്യാനൊന്നുമല്ല. ഈ ഹദീത്ത് നമ്മളിലേക്ക് എത്തിയ വഴികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഹദീത്ത് ഉദ്ധരിച്ച എല്ലാ ആളുകളും പറയുന്നത് നബിയിൽ നിന്ന് ഇത് കേട്ടതിന് ശേഷം അവരാരും ഈ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അവരവരുടെ ജീവിതത്തിൽ പതിവാക്കിയ, അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന പ്രബലമായ ഒരു സുന്നത്ത് നമസ്കാരമാണ് എല്ലാ ദിവസവും നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷം നിർബന്ധമായ നമസ്കാരങ്ങളോട് കൂടെ ചേർന്ന് വരുന്ന ഈ 12 റക്അത്ത് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ നമസ്കാരത്തിന്റെ മഹത്വം എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഇന്ന റവാതിബ ഖബ്ല അൽ ഫറായിദ് വബഅദഹ അഫ്ളലു മിൻ ഖിയാമിൽ ലൈലി ഇൻദ ജുംഹൂരിൽ ഉലമ. മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അടുക്കൽ നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് റവാത്തിബ് സുന്നത്തുകളാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് സ്ഥിരപ്പെട്ടു വന്നൊരു ഹദീത്താണ് നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രി നിസ്കാരമാണെന്ന്. ആ ഹദീത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ്
ആ ഹദീത്തിന് മഹത്വമുണ്ട്, പ്രത്യേകതയുണ്ട്. എന്നാൽ അതിനെ ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ടാണ് കാരണമായി അദ്ദേഹം പറയുന്നത്, ഈ നിർബന്ധ നമസ്കാരങ്ങളോട് ചേർന്ന് വരുന്ന നിസ്കാരമാണ് ഈ 12 റക്അത്ത് നിസ്കാരം. അതുകൊണ്ട് അതിനേറെ മഹത്വമുണ്ട്, പ്രത്യേകതയുണ്ട് എന്ന് മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ലതായിഫുൽ മആരിഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മഹാനായ ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഗ്നി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത്, മൻ അസറ അലാ തർക്കിഹാ ദല്ല ദാലിക അലാ ഖില്ലതി ദീനിഹി. ആരെങ്കിലും ഈ 12 റക്അത്ത് നിസ്കാരം ഒഴിവാക്കുന്നവരാണ് എങ്കിൽ, റവാത്തിബ് നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരാണ് എങ്കിൽ, അതിന്റെ അടയാളം അവരുടെ ദീനിൽ കുറവുണ്ടെന്നാ. ദീനിൽ ഖില്ലത്തുണ്ടെന്നാ. ഖില്ലത്ത് എന്ന് പറഞ്ഞാൽ കുറവ് എന്നർത്ഥം. ദീനിൽ കുറവുള്ള ആളുകളാണ് അവർ എന്നാണ് മഹാനായ ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിലെ ദീനിനെ കുറിച്ച്, ദിനചര്യകളിലെ ദീനിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഹദീസും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒരു വിശ്വാസി പഠിക്കാതെ പോകാൻ പാടില്ല. കാരണം ദിനചര്യകളിൽ, നിത്യജീവിതത്തിൽ ഒരു വിശ്വാസി പതിവാക്കേണ്ട നിർബന്ധമായ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള നിസ്കാരമാണേത്? ഈ 12 റക്അത്ത് നമസ്കാരം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിവരണമാണ് നൽകുന്നത്. എന്താണ് ഈ റവാത്തിബ് നമസ്കാരം? റവാത്തിബുകൾ എത്ര വിഭാഗമുണ്ട്? അതേപോലെ തന്നെ റവാത്തിബുകൾ ഏതെല്ലാമാണ്? റവാത്തിബുകളുടെ സമയം ഏതാണ്? റവാത്തിബ് നമസ്കാരം ഖളാ ആക്കാൻ സാധിക്കുമോ? യാത്രക്കാരായ ആളുകൾക്ക് റവാത്തിബുമായി ബന്ധപ്പെട്ട അവരുടെ നിസ്കാരം എങ്ങനെയാണ്? ഈ 6 പോയിന്റുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. റവാത്തിബ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റവാത്തിബ് നമസ്കാരം പണ്ഡിതന്മാർ പറഞ്ഞു, അർ-റവാത്തിബു ജംഉർ റാത്തിബ്. റവാത്തിബി എന്ന പദം റാത്തിബി എന്ന പദത്തിന്റെ ജമ്മാണ്. ഭാഷയിൽ അതാണ് അതിന്റെ അർത്ഥം. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതാണ് അതിന്റെ അർത്ഥം. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ആ പറഞ്ഞതിന്റെ അർത്ഥം ഇത് മാറ്റം സംഭവിക്കാതെ പതിവായി സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം, അതിനാണ് റവാത്തിബ് എന്ന് പറയാം. മാറ്റമില്ലാതെ സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു കാര്യത്തിനാണ് എന്ത് പറയാ? റവാത്തിബ് എന്ന് പറയാം. മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളം അത് വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ ഫർള് നമസ്കാരങ്ങളുടെ തൊട്ടു മുൻപോ ഫർള് നമസ്കാരങ്ങളുടെ തൊട്ടു പിറകെയോ ആയി യാതൊരു മാറ്റവുമില്ലാതെ, റക്അത്തുകളുടെ എണ്ണത്തിലൊന്നും മാറ്റമില്ലാതെ സ്ഥിരമായി വിശ്വാസികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇബാദത്താണ് ഏത് നമസ്കാരം? ഈ റവാത്തിബ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നമസ്കാരങ്ങൾ എന്നും പതിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദായിമായി സ്ഥിരമായി നബി പതിവാക്കിയ നമസ്കാരമാണ്. അതാണ് ഈ റവാത്തിബ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റവാത്തിബുകൾ 2 തരത്തിലുണ്ട്. റവാത്തിബുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 2 തരത്തിലാണ്. ഒന്ന് സുനനുൽ ബഅദിയ, അതേപോലെ തന്നെ സുനനുൽ ഖബലിയ. നിർബന്ധ നമസ്കാരങ്ങളുടെ മുമ്പ് വരുന്ന നിസ്കാരങ്ങൾ, നിർബന്ധ നമസ്കാരങ്ങളുടെ പിറകെ വരുന്ന നിസ്കാരങ്ങൾ. റവാത്തിബുമായി ബന്ധപ്പെട്ട് എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം, റവാത്തിബ് എന്ന് പറഞ്ഞാൽ 2 വിഭാഗം, സുനനുൽ ഖബലിയ, സുനനുൽ ബഅദിയ. നിസ്കാരത്തിന്റെ മുമ്പുള്ളത്, നിസ്കാരത്തിന്റെ ശേഷമുള്ളത്. റവാത്തിബുകളുടെ എണ്ണം എത്രയാണ്? റവാത്തിബുകളുടെ എണ്ണം പറയുന്ന ഹദീത്ത് ഉമ്മു ഹബീബയും അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹും അവർ 2 പേരുമാണ് ഉദ്ധരിച്ചത്. ആ ഹദീത്തിലെ പദങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 12 റക്അത്ത് എന്നാണ്. 12 റക്അത്ത്. ആയിഷ ഉദ്ധരിക്കുന്ന ഹദീത്തിലും 12 ആണ്. അതേപോലെ തന്നെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിലും 12 ആണ്. എന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ 10 റക്അത്ത് വന്നിട്ടുണ്ട്. നമ്മളതും പറയണല്ലോ. ഇബ്നു മർലാൻ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഹഫിൽതു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 റക്അത്തിൻ ഫിൽ യൗമി വൽ ലൈല. നബിയിൽ നിന്ന് ഞാൻ ഹൃദ്യസ്ഥമാക്കി, ഞാൻ മനപ്പാടമാക്കി എല്ലാ ദിവസങ്ങളിലും രാത്രിയിലും പകലിലുമായി 10 റക്അത്ത് നിസ്കാരം എന്നാണ്. അപ്പൊ എന്ത് ഇത് വൈരുദ്ധ്യമാണോ? അല്ല, ഇത് വൈരുദ്ധ്യമല്ല. പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കാരണം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇബ്നു മർലാൻ പറഞ്ഞു, ഞാൻ നബിയിൽ നിന്ന് കണ്ടു, ഞാൻ നബിയിൽ നിന്ന് മനസ്സിലാക്കിയതാ. ഇബ്നു മർലാനു കണ്ട സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ആണ് നിസ്കരിച്ചത്. ചില ഹദീത്തുകളിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ വീട്ടിൽ വെച്ച് നമസ്കരിച്ച ചില നിസ്കാരങ്ങളുണ്ട്. അത് അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. അത് കാണാത്തത് കൊണ്ടാണ് 12 അദ്ദേഹത്തിന് കിട്ടാത്തത് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇത് വൈരുദ്ധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 12 റക്അത്ത് നമസ്കരിച്ചു എന്ന ആയിഷ ഉമ്മയുടെയും ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഹദീസുണ്ട്. അതേപോലെ ഇദ്ദേഹം പറയുന്ന ഇബ്നു മർലാൻ പറഞ്ഞ 10 എന്ന് പറയുന്നതിൽ എന്തില്ല, പ്രശ്നമില്ല. അദ്ദേഹം കാണാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഉദ്ധരിച്ചത് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അപ്പോൾ 12 റക്അത്ത് നമസ്കാരമാണ് റവാത്തിബ് സുന്നത്ത്. ഏതൊക്കെയാണത്? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. സുബഹിയുടെ ജമാഅത്തിന് മുമ്പ് സുബഹിയുടെ ബാങ്ക് കൊടുത്താൽ എന്ത് ചെയ്യുക?
ഈ റവാത്തിബ് നിസ്കാരം നിർവഹിക്കുക. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലാണ് സുനനുൽ ഖബിലിയ, നിസ്കാരത്തിന് മുമ്പുള്ള നമസ്കാരത്തിന്റെ സമയം. നബി പറഞ്ഞു റകഅത്ത് അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം ഈ ദുനിയാവും അതിലുള്ളതിനേക്കാൾ ശ്രേഷ്ഠമാണ്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരത്തിന് വലിയ മഹത്വമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഐച്ഛിക നമസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കാനാണ്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് ഒരിക്കലും യാത്രയിൽ പോലും അള്ളാഹിന്റെ റസൂൽ അത് ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ഈ ഗൗരവം നമ്മൾ കാണിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ വരുന്ന ആൾക്കാരുണ്ട്. അവര് റവാത്തിബ് എവിടുന്ന നിസ്കരിക്കേണ്ടത്? അപ്പം അവർ പള്ളിയിൽ നിസ്കരിക്കേണ്ടത്. വീട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് റവാത്തിബ് നിസ്കരിക്കാൻ പറ്റൂല. റവാത്തിബ് നമസ്കാരം ഒരിക്കലും ബാങ്കിന്റെ മുമ്പില്ല. അടിവരട്ട് പഠിക്കണം. റവാത്തിബ് നമസ്കാരം ഒരിക്കലും എന്തില്ല? ബാങ്കിന്റെ മുമ്പില്ല. ഒന്നുകിൽ ബാങ്കിന് ശേഷം, അല്ലെങ്കിലോ നമസ്കാരത്തിന് ശേഷം. ഇതല്ലാത്തൊരു സമയത്ത് റവാത്തിബ് നമസ്കാരം ഉണ്ടാകുന്നതാണ്. നിർബന്ധ നമസ്കാരത്തിന്റെ തൊട്ടു മുൻപോ നിർബന്ധ നമസ്കാരത്തിന്റെ തൊട്ടു പിറകെയോ വരുന്ന നമസ്കാരങ്ങൾക്കാണ് എന്ത് പറയാ? റവാത്തിബ് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ സുബഹിയുടെ മുമ്പ് 2 റക്അത്ത്, ആ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തത് സൂറത്തുൽ കാഫിറൂൻ ആണ്, സൂറത്തുൽ ഇഖ്ലാസ് ആണ് എന്ന് സ്വഹീഹായ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തത് പിന്നെ അർബഅ റക്അത്തിൻ ഖബല അൽ-ളുഹ്രി വ റക്അത്തൈനി ബഅദഹ, റവാത്തിബ് നമസ്കാരത്തിലെ 4 റക്അത്ത് ഖബല അൽ-ളുഹ്ർ, ളുഹറിന് മുമ്പ് 4 ശേഷം 2, ളുഹറിന്റെ മുമ്പ് 4 ശേഷം 2. ഞാൻ വിശദീകരിക്കുന്നില്ല. മുമ്പ് 4 ശേഷം 2, അപ്പൊ 6 റക്അത്തായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷ വരുത്താത്ത നിസ്കാരമാണ് ഈ നിസ്കാരം. മഹദിയായ പിന്നെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആരെങ്കിലും ഈ 4 റക്അത്തും അതേ മൻ ഹാഫള അലാ 4 റക്അത്തിൻ ഖബല അൽ-ളുഹ്ർ വ 4 ബഅദഹ, ചില ഹദീസിൽ 4 തന്നെ വന്നിട്ടുണ്ട്, ളുഹറിന് ശേഷം 4. ആരെങ്കിലും അങ്ങനെ നിർവഹിച്ചാൽ അവർക്ക് നരകം നിഷിദ്ധമാണെന്ന, അവർക്ക് സ്വർഗം കിട്ടുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ളുഹറിന്റെ മുമ്പ് 4 ശേഷം 2. പിന്നെ അസറിന് റവാത്തിബ് സുന്നത്തില്ല. റവാത്തിബ് സുന്നത്തില്ല, വേറെ സുന്നത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് വിശദീകരിക്കും. മഗ്രിബുമായി ബന്ധപ്പെട്ട് നബി പറഞ്ഞു മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷം 2 റക്അത്ത് നമസ്കാരം റവാത്തിബുകളിൽ പെട്ടത്. മഗ്രിബിന്റെ മുൻപ് സുന്നത്ത് നിസ്കാരം ഉണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മൾ വേറെ പറയും. റവാത്തിബുകളിൽ എന്തില്ല? മഗ്രിബിന്റെ മുമ്പില്ല, മഗ്രിബിന്റെ ശേഷം. ആ നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തത് സൂറത്തുൽ കാഫിറൂൻ ആണ്, സൂറത്തുൽ ഇഖ്ലാസ് ആണ് എന്ന് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. വറകഅത്തൈനി ബഅദൽ ഇശാ, ഇശായിന് ശേഷം 2 റക്അത്ത്. അപ്പൊ നോക്കൂ നിങ്ങൾ, സുബഹിയുടെ മുമ്പ് 2, അസറിന്റെ മുമ്പ് 4, ളുഹറിന്റെ മുമ്പ് 4 ശേഷം 2, അവിടെ 6 കിട്ടി, 6ഉം 2 8. മഗ്രിബിന്റെ മുമ്പ് മഗ്രിബിന്റെ ശേഷം 2, അപ്പൊ 10ആയി. ഇശാഇന്റെ ശേഷം 2 റക്അത്ത്, 12 റക്അത്ത്. ഈ 12 റക്അത്താണ് റവാത്തിബ് സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിന്റെ സമയം നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ ബാങ്കിന്റെ തൊട്ടു ശേഷം, ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ, അതേപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിന്റെ സമയം ആഗോളം നിസ്കരിക്കുക. ബാങ്ക് കൊടുത്തു, നിസ്കരിച്ചു, നിസ്കാരത്തിന്റെ ശേഷമുള്ളത് എന്ത് ചെയ്യുക? ഇപ്പൊ ഉദാഹരണത്തിന് ഇശാന്റെ ശേഷമുള്ള നിസ്കാരം ഏതുവരെ നിസ്കരിക്കുക? ഒരാൾക്ക് വേണമെങ്കിൽ അടുത്ത ആ ഇശാഇന്റെ സമയം തീരുന്നത് വരെയുള്ള സമയത്തിനിടയിൽ നിസ്കരിക്കാമെന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ഒരു ചോദ്യം, അത് ഖളാ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഖളാ ആക്കാൻ പറ്റുമോ? അഥവാ ഒരാൾ നിസ്കരിച്ചില്ല, മറന്നുപോയി, അയാൾക്ക് വീണ്ടും നിസ്കരിക്കാൻ പറ്റുമോ? പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ഖളാ ആയ വ്യക്തി യഥാർത്ഥത്തിൽ സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സുബഹി എന്ത് ചെയ്യുക? ഖളാ ആക്കുക. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് എന്ത് ചെയ്യുക? അയാൾക്ക് നിസ്കരിക്കാം. മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരതാ പറഞ്ഞത്. ളുഹറിന്റെ നിസ്കരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ളുഹറിന് വലിയ പ്രതിഫലം പറഞ്ഞിരിക്കണം. ബാക്കിയുള്ളതിനെ ചില പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നാൽ ചില മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞത് ഇത് വളരെ ഗൗരവമുള്ള നിസ്കാരമാണ്, അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുക? ഖളാ ആക്കാം, നമസ്കാരത്തിന് ശേഷം അയാൾക്ക് നിസ്കരിക്കാന്ന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താ? സുബഹിയുടേതും ളുഹറിൻ്റെതും നഷ്ടമായാൽ എന്ത് ചെയ്യുക? അവർക്കത് മടക്കി നിർവഹിക്കാം, കാരണം അതിന് പ്രത്യേകമായ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും വീഴ്ച വരുത്താത്ത, ഒരിക്കലും ഉപേക്ഷ വരുത്താത്ത സുന്നത്ത് നമസ്കാരത്തിൽ ഈ റവാത്തിബുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാ? അത് സുബഹിയുടേതാണ്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ആ നമസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ബാക്കിയുള്ള നിസ്കാരം നിർവഹിക്കണം.
ഞാനതിനാണ് മുമ്പ് ഈ ഹദീത്തിന്റെ റാവിമാരെല്ലാവരും അത് കേട്ടതിന് ശേഷം അവർ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇത് നിസ്കരിക്കണം എന്നുള്ളൊരു ആഗ്രഹവും ഒരു പ്രാർത്ഥനയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ദിനചര്യകളിലെ ഒരു ഭാഗമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റവാത്തിബ് സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു വിശ്വാസിയുടെ സ്വഭാവം വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിൽ അള്ളാഹു പഠിപ്പിച്ചതാണ്. ഖുത്ബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി കൽപ്പിച്ച വചനം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ ധൃതിപ്പെടണമെന്നാണ്. അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കണം എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നന്മയിൽ മത്സരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ സ്വഭാവമാണ്. എന്താണ് ഈ നന്മ എന്ന് പറഞ്ഞാൽ? നിർബന്ധമായ കാര്യങ്ങൾ നന്മയാണ്. അതോടൊപ്പം തതവ്വുആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക, അധ്വാനിക്കുക. അപ്പം അത്തരമൊരു മത്സരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട നമസ്കാരമാണ് ഏത് നമസ്കാരം? റവാത്തിബ് നമസ്കാരം. ഞാൻ ഈ വിഷയം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തിയൊരു വാചകം എന്താ അറിയും? പണ്ഡിതന്മാരുടെ ചർച്ച യാത്രയിൽ എങ്ങനെയാണ് ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ്. യാത്രയിൽ എങ്ങനെ നിസ്കരിക്കാം? സഹോദരങ്ങളെ, സത്യസന്ധമായി ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പോൾ യാത്രയിൽ എന്തായിരിക്കും ഇതിൻ്റെ ഹുക്കും? എന്താ യാത്രയിലെ നമസ്കാരത്തെ എങ്ങനെയാണ് കാണേണ്ടത്? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തുകളൊക്കെ ഉദ്ധരിക്കുമ്പോൾ നമ്മൾ കാണുന്ന വാചകം എന്താ? അള്ളാൻ്റെ റസൂൽ യാത്രയിൽ പോലും ഉപേക്ഷ വരുത്താത്ത 2 നിസ്കാരങ്ങളുള്ളത്. ഒന്ന് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്, മറ്റൊന്ന് വിത്ർ നിസ്കാരം. അപ്പൊ യാത്രയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷ വരുത്താതെ നിസ്കരിക്കണമെങ്കിൽ ഇതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, എത്രമാത്രം ഗൗരവമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യാത്രക്കാരായ ആളുകൾ അവർ ഈ റവാത്തിബ് നമസ്കാരത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്ന് ചോദിച്ചാൽ, പ്രവാചകന്റെ ഹദീത്തുകളെ മുന്നിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റും, യാത്രക്കാര് അവർക്ക് റവാത്തിബ് നമസ്കാരങ്ങളിൽ അവർ വീഴ്ച വരുത്താൻ പാടില്ലാത്തത് ഏതാണ്? സുബഹിയുടെ സുന്നത്താണ്. ബാക്കിയുള്ള റവാത്തിബ് നമസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നിസ്കരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ യാത്രയിൽ എന്ത് ചെയ്തിട്ടില്ല? ബാക്കിയുള്ള റവാത്തിബുകൾ നിസ്കരിച്ചിട്ടില്ല. വാചകം ശരിക്കും മനസ്സിലാക്കി പോകണം, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. റവാത്തിബ് നമസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടില്ല. സുന്നത്ത് നിസ്കരിച്ചൂടെ? സുന്നത്ത് നിസ്കരിക്കുക. റവാത്തിബ് അല്ലാത്ത കുറേ നിസ്കാരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ നമ്മളത് പറയും. അടുത്ത ഖുത്ബയിൽ ഏതൊക്കെ സുന്നത്ത് നമസ്കാരം, നമ്മൾ ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഫർളും സുന്നത്തുമായി ഒരു വിശ്വാസിക്ക് ഒരു ദിവസം 76 റക്അത്ത് നിസ്കരിക്കാണ്ടെന്ന്. 76 റക്അത്ത്, അതിൽ 17 റക്അത്ത് ഫർളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ 12 റക്അത്തും കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? അതൊക്കെ ഒരു ദിവസം നിർവഹിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റവാത്തിബ് നമസ്കാരം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നബിയുടെ ചര്യ നമ്മൾ പരിശോധിക്കുമ്പോൾ യാത്രക്കാരായ ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? അവർ ഈ റവാത്തിബ് നിസ്കാരം നിർവഹിക്കേണ്ടതില്ല. ഇനി ഒരാൾ നിർവഹിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അയാൾ കൂലി കിട്ടോ? കൂലി കിട്ടാൻ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റവാത്തിബ് നമസ്കാരങ്ങളിൽ പതിവാക്കിയത്, യാത്രയിൽ പോലും ഒഴിവാക്കിയത് സുബഹിയാണ് എന്നാണ് ഹദീസിലുള്ളത്. അത് നമ്മൾ അതേപോലെ മനസ്സിലാക്കുക. എന്നാൽ ഒരാൾ പള്ളിയിൽ കയറി തഹയ്യത്ത് നിസ്കരിക്കാം, മനസ്സിലായില്ലേ? ഒരാൾ മഗ്‌രിബിന്റെ സമയത്ത് പള്ളിയിൽ കയറി അയാൾക്ക് ബാങ്കിന്റെയും ഇഖാമത്തിന്റെ അടിയിൽ നിസ്കരിക്കാം. ഒരാൾ വുദു ചെയ്തു, വുദുവിന് ശേഷം നിസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരമുണ്ട്, അത് നിർവഹിക്കാം, അതിനൊന്നും പ്രശ്നമല്ല. റവാത്തിബുകൾ നമസ്കരിച്ചത് അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഹദീത്തുകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരുപാട് കിതാബുകളിൽ അത്തരത്തിലുള്ള വിശാലമായ ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഹദീത്തിൽ പിന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഷൈഇൻ മിനൻ നവാഫിലി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സുബഹിയുടേതല്ലാതെ വേറൊന്നിനും എന്ത് ചെയ്തിട്ടില്ല? അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. സുബഹിക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്ന ഹദീത്ത് പിന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ദിനചര്യകളിലെ ഒരു പതിവായ അമലാക്കിയിട്ട് എന്തിനെ മാറ്റുക? റവാത്തിബ് നമസ്കാരങ്ങളെ മാറ്റുക. ആ നമസ്കാരങ്ങൾ നിത്യജീവിതത്തിൽ പതിവാക്കുന്ന ഒരു നല്ല ഗുണം ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് 2 ഹദീത്തുകളിൽ, ഒന്ന് നരകമോചനമാണ്, നരകത്തിൽ അയാൾ പ്രവേശിക്കൂല. 2 സ്വർഗത്തിലേക്കുള്ളൊരു വീടാണ്. ചെറിയ മഹത്വമല്ല,
ചെറിയ സ്ഥാനമല്ല. ആ സ്ഥാനം ലഭിക്കണമെന്ന പൂർണ്ണ ഇഖ്ലാസോടുകൂടെ നമ്മൾ എന്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വീഴ്ച വരാറുണ്ട് നമുക്കൊക്കെ, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, ദീനിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട്, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. വിവിധ ഇടങ്ങളിൽ, കേരളത്തിലും അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെ മഴ കാരണം പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്, ദുരിതങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. വലിയ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.